ഹായ് എവ്രി വൺ, ലേൺവൈസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ പുതിയൊരു ലെക്ചർ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു യൂണിറ്റ് 1 ഓഫ് പേപ്പർ MPS 001 പൊളിറ്റിക്കൽ തിയറി. യൂണിറ്റ് 1, വാട്ട് ഈസ് പൊളിറ്റിക്കൽ തിയറി ആൻഡ് വൈ സ്റ്റഡി ഇറ്റ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 29 യൂണിറ്റുകളുണ്ട്. അപ്പം 29 യൂണിറ്റിൽ ബാക്കി 28 യൂണിറ്റും നമ്മുടെ പൊളിറ്റിക്കൽ തിയറിയിൽ ഓരോരോ ഐഡിയാസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നെക്സ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡെമോക്രസി എന്താണ്, അത് കഴിഞ്ഞ് ലിബർട്ടി എന്താണ്, അങ്ങനെയൊക്കെ ഓരോ ഐഡിയാസാണ് നമ്മൾ കുറച്ച് ഡീപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1-ൽ മൊത്തത്തിൽ എന്താണ് പൊളിറ്റിക്കൽ തിയറി, എന്തിനാണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നത് എന്നാണ് ബേസിക്കലി പറയുന്നത്. സോ നമ്മൾ ഈ യൂണിറ്റിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 1 കുറച്ച് ലെങ്തി ആണ്, അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. സോ ദാറ്റ് ദ സ്റ്റുഡൻസ് ക്യാൻ ഓൾസോ ഈസിലി അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഒരുപാട് ക്ലംസി ആയി പോകത്തില്ല നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം ഡിലേ ഇല്ലാതെ നമ്മുടെ യൂണിറ്റിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. സോ എപ്പോഴും ഈ PPT ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് ഏറ്റവും ഈസി ആയിട്ട് നമ്മുടെ മെറ്റീരിയൽ ആക്സസ് ചെയ്യാനും അത് വായിച്ച് മനസ്സിലാക്കാവുന്ന പാകത്തിലാണ്. നമ്മൾ കൂടുതലും നമ്മളെല്ലാ സബ് ടൈറ്റിൽസും എല്ലാം അങ്ങനെ തന്നെയാണ് റീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പൊളിറ്റിക്കൽ തിയറി പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, സബ് യൂണിറ്റ് ആയിക്കോട്ടെ, എല്ലാം ആ ഒരു സബ് ടൈറ്റിലിൻ്റെ അണ്ടറിലാണ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തത്. അപ്പോൾ അത് രണ്ടും സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പം കറക്റ്റ് അത് മനസ്സിലാക്കും. സോ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണ് പൊളിറ്റിക്സ് പഠിക്കുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊളിറ്റിക്സിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്തിനാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഈ പവർ, അതോറിറ്റി, ഗവേണൻസ് എന്നൊക്കെ പറഞ്ഞ ഫങ്ഷൻ ഉണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ, അതൊക്കെ എന്തിനാണ്, അതൊക്കെ എങ്ങനെയാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് അതൊക്കെ വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഇവൻറ്റ് നമ്മുടെ ലോകത്ത് നമുക്കറിയാം, ദിവസം പ്രതി ഓരോരോ പൊളിറ്റിക്കൽ ഹാപ്പനിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഹാപ്പനിങ് എന്ന് പറയുന്നത് USA വെനസ്വേലയുടെ കീഴടക്കി എന്നുള്ള ഒരു ഇവൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മളൊരു കോമൺ മാനിൻ്റെ പോലെ ആ ഇവൻറ്റിനെ ജസ്റ്റ് കാണുക മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻറ്റ് അതിനെ കൂടുതൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പൊളിറ്റിക്കൽ തിയറി പഠിച്ചു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ മീനിങ് ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഹാപ്പനിങ് അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഫെയർ ആണ്, അതിനെ നമ്മൾ കൂടുതൽ ബ്രോഡർ വാല്യൂവിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ ജസ്റ്റിസ്, ഈക്വാലിറ്റി, ലിബർട്ടി എന്നൊക്കെ പറഞ്ഞ ഐഡിയാസുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് ചർച്ച ചെയ്യാൻ പറ്റും. സോ ഇൻ പൊളിറ്റിക്കൽ തിയറി വി ലേൺ ടു തിങ്ക് ക്രിറ്റിക്കലി അബൌട്ട് പൊളിറ്റിക്കൽ ലൈഫ്. ഒരു എല്ലാ ജീവികളും, അതായത് ജീവികൾ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലേ, എല്ലാവരും ഒരു പൊളിറ്റിക്കൽ ബീയിങ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് പൊളിറ്റിക്കൽ ലൈഫിനെ കുറിച്ച് പഠിക്കാനും, ക്വസ്റ്റ്യൻ വാട്ട് എക്സിസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ പൊളിറ്റിക്കൽ തിയറി പഠിച്ചിട്ട് നമ്മുടെ പൊളിറ്റിക്സിനെ എങ്ങനെ ഒരു ബെറ്റർ ആൻഡ് മോർ ജസ്റ്റ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് നമ്മൾ ആകെ മൊത്തം ഈ പൊളിറ്റിക്കൽ തിയറി കൊണ്ട് പഠിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് സബ് ഹെഡിങ്, വാട്ട് ഈസ് പൊളിറ്റിക്കൽ തിയറി. ഓക്കെ, സോ പൊളിറ്റിക്കൽ തിയറി എന്താണെന്ന് നിങ്ങൾ ആ ഒരു ഡെഫിനിഷൻ അങ്ങനെ തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കുറച്ചും കൂടി ഒരു വാല്യുവേഷൻ വരണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ് മിസ്സാവാതെ ശ്രമിക്കുക. സോ പൊളിറ്റിക്കൽ തിയറി റെഫേഴ്സ് ടു organized and systematic study of political life, political institutions, political behavior and political values. അതായത് വളരെ സൂക്ഷ്മമായിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പൊളിറ്റിക്കൽ ലൈഫിനെ കുറിച്ച്, നമ്മുടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, പിന്നെ നമ്മുടെ പൊളിറ്റിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അതിനൊക്കെ കുറിച്ച് വളരെ ഓർഗനൈസ്ഡും സിസ്റ്റമാറ്റിക്കുമായിട്ട് പഠിക്കാനാണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആണ് ജോർജ് സബൻ പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ,
പൊളിറ്റിക്കൽ പ്രോബ്ലംസിനെ കുറിച്ചും നമ്മളൊരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റിഗേഷൻ ആണ് പൊളിറ്റിക്കൽ തിയറിയിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് ഹെൽപ്സ് എസ് അണ്ടർസ്റ്റാൻഡ് ഓർ ആൻസർ ക്വസ്റ്റ്യൻസ്. എന്താണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കൺട്രി, നേഷൻ എന്നൊക്കെ മീനിങ്ങും വരും. അതെന്തിനാണ്? അതിന് മുൻപേ നമുക്കറിയാം മൊണാർക്കി അല്ലെ, മൊണാർക്കി ഉണ്ടായിരുന്നു, ഡെമോക്രസി, ഇതൊക്കെ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഗവൺമെന്റ് ആണ്. അപ്പം അതൊക്കെ എങ്ങനെയാണ് വന്നത്? എന്താണ് ജസ്റ്റിസ്? എന്താണ് ഈക്വാലിറ്റി? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഡീപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പൊളിറ്റിക്കൽ തിയറിയുടെ ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ എടുത്തെടുത്ത് പറഞ്ഞ പോലെ, ഇറ്റ് നോട്ട് ഓൺലി എക്സ്പ്ലെയിൻസ് പൊളിറ്റിക്കൽ ഇവന്റ് ബട്ട് ഓൾസോ ഇവാലുവേറ്റ്സ് ദം. നമ്മൾ അതിനെ ഒരു വിശകലനം ചെയ്യാനും കൂടിയും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പൊളിറ്റിക്കൽ തിയറിക്ക് 2 പാർട്ടാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. അതായത് കൂടുതലും വാല്യൂസ്, മൂല്യങ്ങൾ, നമ്മുടെ ഐഡിയാസ്, അതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പൊളിറ്റിക്സിനെ പഠിക്കുമ്പോഴാണ് പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എംപയറിക്കൽ തിയറി എന്ന് പറയും. അതായത് പൊളിറ്റിക്സിനെ കൂടുതൽ സയന്റിഫിക് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതാണ് മറ്റേത് നമ്മൾ കുറച്ചും കൂടി ഇമോഷൻസ്, വാല്യൂ, ഐഡിയ യൂസ് ചെയ്യും. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കുറച്ചും കൂടിയും നമ്മൾ വളരെ റേഷണലായി സയന്റിഫിക്കലായിട്ട് നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോഴാണ് അതിന് എംപയറിക്കൽ തിയറി എന്ന് പറയുന്നത്. യെസ്, നെക്സ്റ്റ് 1.2.1 വാട്ട് ഈസ് തിയറി? നമ്മൾക്ക് അറിയാം, തിയറി എന്ന് പറയുന്നത് വളരെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ്. സയൻസിൽ തിയറി ഉണ്ട്. കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളത് സയൻസിലെ തിയറി ആണ് അല്ലേ? സയൻസിലാണ് തിയറി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ തിയറി എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഒരു ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള തിയോറിയ എന്നതിനാണ് നമ്മൾ അത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ്ഡ് ആൻഡ് തോട്ട്ഫുൾ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് ഡീപ്ലി. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂടുതൽ തോട്ട്ഫുൾ ആയിട്ട് ഫോക്കസ് ചെയ്ത് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് തിയറി എന്ന് പറയുന്നത്. അതിന് അർണോൾ ബ്രഷ് പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ ബ്രോഡർ സെൻസിൽ എടുക്കുമ്പോൾ ഒരു സബ്ജക്റ്റിന്റെ പല വിഭാഗത്തു നിന്നും പഠിക്കുന്നതാണ് തിയറി എന്നാണ്. അതായത് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അതിന്റെ ഫാക്ട്, എക്സ്പ്ലനേഷൻ, അതിന്റെ വാല്യൂ, അതിന്റെ ഹിസ്റ്ററി എന്താണ്, അതിന്റെ പ്രിൻസിപ്പൽസ് എന്താണ്, അങ്ങനെ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ ആയിട്ട് പഠിക്കുന്നതാണ്, ഒരു സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ച് പഠിക്കുന്നതാണ് തിയറി എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വളരെ നാരോ, അതായത് നമ്മൾ പക്ഷെ നാരോ സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ എക്സ്പ്ലെയിനിങ് ഇസ് ദ ഫങ്ഷൻ ഓഫ് തിയറി. തിയറി എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോൾ മനസ്സിലായല്ലോ, സയൻസിൽ മാത്രമല്ല തിയറി, പൊളിറ്റിക്സിലും തിയറി ഉണ്ട് അല്ലെ? ഏതൊരു പൊളിറ്റിക്കൽ ഇവന്റിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. നൗ അക്കോർഡിംഗ് ടു ബ്രെച്ച്റ്റ്, ഈ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് പൊളിറ്റിക്കൽ തിയറി. നമ്മൾ പൊളിറ്റിക്കൽ തിയറിയിലേക്ക് വരികയാണ്. പൊളിറ്റിക്കൽ തിയറി പൊളിറ്റിക്കൽ ഫിനോമിനകളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും അല്ലെ? പൊളിറ്റിക്കൽ ഫിനോമിന മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കും. ഒരു സംഭവം നടന്നു അല്ലെ? ഒരു പൊളിറ്റിക്കൽ ഇവന്റ് സംഭവിച്ചു. അപ്പം അതിനെ ചുറ്റുപറ്റിയിട്ടുള്ള കുറേ ഫാക്റ്റുകൾ ഉണ്ടാവും. അവരൊന്നും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. പക്ഷെ നമ്മൾ കൂടുതൽ ഡീപ്പറായിട്ട് പഠിക്കുമ്പോൾ ഇവരൊക്കെ തമ്മിൽ നല്ല റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ തിയറി മസ്റ്റ് ബി സയന്റിഫിക് ഇൻ നേച്ചർ. ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കൂടുതൽ എംപയറിക്കൽ തിയറി ബേസിസിലാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. സോ തിയറി മസ്റ്റ് ബി സയന്റിഫിക് ഇൻ നേച്ചർ. നൗ കാൾ ഡുഷ് അദ്ദേഹത്തിന്റെ നെർവ്സ് ഓഫ് ഗവൺമെന്റ് എന്ന പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത്, തിയറി നമ്മുടെ ഫാക്റ്റുകൾ, നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ, നമ്മൾ മിസ് ചെയ്തു പോയ ഐഡിയാസ് എല്ലാത്തിനെയും കൂടുതൽ ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്നാൽ നമ്മുടെ ചിന്തയെ കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താൻ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിന്റെ A to Z കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ ബ്രോഡർ വിഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് കാൾ ഡുഷ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, പൊളിറ്റിക്കൽ തിയറി ഇംപ്ലിക്കേഷൻസ്. ഈ പറഞ്ഞ പോലെ തന്നെ തിയറി എപ്പോഴും സയൻസ് ആൻഡ് ഫിലോസഫി അതിൻ്റെ ഒരു അമാൽഗമേഷൻ ആണ് പൊളിറ്റിക്കൽ തിയറി. ഓക്കെ, സയന്റിഫിക് തിയറി എന്ന് പറയുന്നത് പ്യോർലി ബേസ്ഡ് ഓൺ സയന്റിഫിക് ഡാറ്റ അല്ലെ? പക്ഷെ പൊളിറ്റിക്കൽ തിയറി നമുക്കറിയാം എപ്പോഴും പൊളിറ്റിക്സ് റിവോൾവ് അല്ലെ? ആരെ ചുറ്റിപ്പറ്റിയിട്ടാ? ഹ്യൂമൻസിനെ ചുറ്റിപ്പറ്റിയിട്ടാ. അപ്പൊ നമുക്ക് ഐഡിയാസിനെയും വാല്യൂസിനെയും എടുത്തു കളയാൻ പറ്റത്തില്ല.
അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ തിയറി കമ്പൈൻസ് സയൻസ് ആൻഡ് ഫിലോസഫി. ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു ഫിലോസഫറും കൂടി ആവേണ്ടതാണ്. അതുപോലെ അക്കോർഡിംഗ് ടു ബ്ലൂഹൻ പറയുന്നത് പൊളിറ്റിക്കൽ വേൾഡ്, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിന്, പൊളിറ്റിക്കൽ ലോകത്തിന് അല്ലെ, പൊളിറ്റിക്കൽ വേൾഡ്, നമ്മൾ പറയുന്ന രാജ്യങ്ങൾ, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, എന്തിനധികം പറയുന്നു, നമ്മുടെ നാട്ടില് ഒരു പൊതുവേ ഒരു പൊളിറ്റിക്സ് എടുത്ത് നോക്കിയാൽ മതി, അതിനെക്കുറിച്ചൊരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് പൊളിറ്റിക്കൽ തിയറി തരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പറയുന്നത് നമ്മൾ ഈ പൊളിറ്റിക്കൽ തിയറി കുറച്ചുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് നടക്കുമ്പോൾ, എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇവന്റ് നടക്കുമ്പോൾ അത് നല്ലതാണോ അല്ലെങ്കിൽ ബാഡ് ആണോ, എന്തൊക്കെയാണ് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിന് സാധ്യത. നിങ്ങൾ ന്യൂസിലൊക്കെ കാണാറില്ലേ, നമ്മുടെ അവലോകനം ചെയ്യുന്ന, രാഷ്ട്രീയ അവലോകനം ചെയ്യുന്ന ആളുകൾ ഇരുന്നിട്ട് ഒരു പ്രഡിക്ഷൻ ഒക്കെ വെക്കും, ഇതൊക്കെ ആവാനാണ് സാധ്യത. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയറി ബേസിൽ നിന്നിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ പറയാം, പൊളിറ്റിക്കൽ തിയറിസ്റ്റുകളാകുമ്പോൾ അവർ ഒരുപാട് കണ്ടുപോയ ഫിനോമിനകൾ ഉണ്ടാവും പൊളിറ്റിക്സിൽ, അതിന് ആസ്പദമായിട്ടുള്ള തിയറികൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അവർ അതും ഇതും കമ്പയർ ചെയ്തിട്ട് ഇതിനൊക്കെ ഫ്യൂച്ചറിൽ ഇന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിനുള്ള സാധ്യതകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അർണോൾഡ് ബ്രഷ് ഹൈലൈറ്റ്സ് ഇമ്പോർട്ടൻസ് ഓഫ് പൊളിറ്റിക്കൽ തിയറിസ്റ്റ്. എന്താണ് പൊളിറ്റിക്കൽ തിയറിസ്റ്റ് പറയുന്നത്? ടു സീ സൂണർ ദാൻ അതേഴ്സ്, മറ്റുള്ളവരെക്കാൾ മുൻപേ ഒരു പൊളിറ്റിക്കൽ ഇവന്റിനെ കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനും എന്നിട്ട് പൊളിറ്റീഷ്യൻസിനൊക്കെ ഒരു സൊല്യൂഷൻ ഓഫർ ചെയ്യാനും ആർക്ക് പറ്റും? പൊളിറ്റിക്കൽ തിയറിസ്റ്റിന് പറ്റും. ഓക്കെ, പിന്നെ പറഞ്ഞ എന്താണ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെപ്പൺസ്, ഒരു നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയുധമാണ് എന്ത് പറഞ്ഞത്? പൊളിറ്റിക്കൽ തിയറി. നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, നമ്മുടെ എല്ലാം ഗവേൺ ചെയ്യുന്നത് ആരാണ്? ലീഡേഴ്സ് ആണ്, പൊളിറ്റീഷ്യൻസ് ആണ്. സോ പൊളിറ്റിക്കൽ വേൾഡ് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ പൊളിറ്റിക്കൽ തിയറിയും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, പൊളിറ്റിക്കൽ തിയറി ഫോക്കസസ് ഓൺ പൊളിറ്റിക്സ് അല്ലേ? അതായത് പൊളിറ്റിക്സ് എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം അല്ലെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരും പറയുന്ന പോലത്തെ പൊളിറ്റിക്കൽ പാർട്ടിയോ ഇലക്ഷനോ കോമ്പറ്റീഷനോ അതൊക്കെ വരും. പക്ഷെ അതൊക്കെ ജസ്റ്റ് ഒരു ഭാഗം മാത്രമാണ്. അതിനേക്കാൾ അപ്പുറം ഒരു മനുഷ്യന്റെ സോഷ്യൽ, എക്കണോമിക്, മോറൽ ലൈഫ് അല്ലെങ്കിൽ ഒരു ഗുഡ് സൊസൈറ്റി എങ്ങനെ പണിതെടുക്കാം, ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പൊളിറ്റിക്കൽ തിയറിയുടെ കണ്ടന്റ്സ് എന്താണ്? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെയാണ് എപ്പോഴും നമ്മൾ അവസാനം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ പവർ, അതോറിറ്റി, ജസ്റ്റിസ്, സിറ്റിസൺഷിപ്പ്, ഗവർണൻസ്, ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള പൊളിറ്റിക്സിൽ എപ്പോഴും കേട്ടുവരുന്ന ടേംസ് ആണ്. ഇതിനെ കൂടുതൽ ഡീപ്പറായിട്ട് മനസ്സിലാക്കാനാണ് പൊളിറ്റിക്കൽ തിയറി പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ PPT കാണാൻ നിങ്ങൾക്ക് എവറിഡേ പൊളിറ്റിക്കൽ ഡ്രാമയും പാർട്ടി റൈവൽറി മാത്രമല്ല പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ബേസിക് ഐഡിയ ആയിട്ടുള്ള ഇക്വാലിറ്റി, ഫ്രീഡം, ഇതുവരെ നമ്മൾ പൊളിറ്റിക്കൽ തിയറിയിൽ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഇനീക്വാലിറ്റിയെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്തൊക്കെ ഈ ടെൻഷൻസ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതായത് മെജോറിറ്റി, മൈനോറിറ്റി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ പൊളിറ്റിക്കൽ തിയറി, കോമ്പറ്റീഷൻ ഫോർ പവർ, ഓഫ് കോഴ്സ് അല്ലെ, പൊളിറ്റിക്കൽ തിയറിയിൽ വേറൊരു കാര്യം പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുന്നത് കോമ്പറ്റീഷൻ ഫോർ പവറിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ എന്തുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള റിസോഴ്സസ് എപ്പോഴും വളരെ ലിമിറ്റഡ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് എല്ലാവരും അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഇതുകൊണ്ട് സൊസൈറ്റിക്ക് ഉണ്ടാകുന്നത്, ആഫ്റ്റർ ഓൾ ഇതുകൊണ്ട് എങ്ങനെ നമുക്കൊരു ഗുഡ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് സൊസൈറ്റി ഉണ്ടാക്കാമെന്നതാണ് പറയുന്നത്. ഷെൽഡൻ വോളിൻ ഇൻ പൊളിറ്റിക്സ് ആൻഡ് വിഷനിൽ പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. എത്രത്തോളം കാലം മനുഷ്യനുണ്ടോ അല്ലെങ്കിൽ മനുഷ്യ സമൂഹമുണ്ടോ, പൊളിറ്റിക്സ് അത്രത്തോളം കാലം ഒരു ഓൺഗ്രോയിങ് പ്രോസസ്സായിട്ട് പോവും. അതിനൊരു പെർമനൻ്റ്ലി നമുക്കതിനെ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഫോർ അഡ്വാൻറ്റേജ് അല്ലേ? അതായത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആണ് എപ്പോഴും പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എപ്പോഴും കോൺസ്റ്റന്റ് ചേഞ്ചിലായിരിക്കും. നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് സൊസൈറ്റി എങ്ങനെ മാറുന്നോ
അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ ചോയ്സുകളാണ് ആളുകൾ സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് കോൺഫ്ലിക്റ്റുകൾ വരുന്നത്. ഇപ്പോൾ നമ്മുടെ USA വെനസ്വേല പറഞ്ഞു. ഇവിടെ USA വെനസ്വേല ഇൻവേഡ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എല്ലാവരും പറയുന്നത് ഓയിൽ റിസോഴ്സസ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വളരെ എന്താ പറയാ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് മാത്രമേ ലോകത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ. മനസ്സിലായോ? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ അത് ക്ലാരിറ്റി കിട്ടുക. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ കോമ്പറ്റീഷൻ സൊസൈറ്റിയെ എങ്ങനെ ബാധിക്കും, അതിലുള്ള ഇതിപ്പോ ലീഡേഴ്സ് തമ്മിൽ കോമ്പറ്റീഷൻ നടക്കാം അല്ലെ, അതിൽ ഇൻഡിവിജ്വൽസിനെ എങ്ങനെ ബാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ തിയറി. ഈ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് സയൻസ് മാത്രമല്ല, അതിൽ ഫിലോസഫി ഉണ്ട്, എലമെന്റ്സ് ഓഫ് ഹിസ്റ്ററി ഉണ്ട് അല്ലെ. ഒരു ഫീൽഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്റ്റഡി അല്ല, അത് വളരെ ഒരു യുണീക്ക് ക്യാരക്ടറുള്ള ഒരു തിയറിയാണ് പൊളിറ്റിക്കൽ തിയറി. ആ ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ഒരു സയന്റിസ്റ്റ് ആവണം, ഒരു ഫിലോസഫർ ആവണം, ഒരു ഹിസ്റ്റോറിയൻ ആവണം, അതുപോലെ തന്നെ വളരെ കോംപ്രഹെൻസീവ് ആൻഡ് ഒരു മൾട്ടി ഡയമെൻഷണൽ ഒരു ചിന്താഗതിയോട് കൂടിയാണ് പൊളിറ്റിക്കൽ. നമ്മുടെ ഒറ്റ കണ്ണോടുകൂടി മാത്രം ആ പൊളിറ്റിക്കൽ ഫിനോമിന അല്ലെങ്കിൽ ഇവന്റിനെ നമ്മൾ കാണാൻ പാടില്ല. അതിൽ നമ്മൾ പൊളിറ്റിക്കൽ തിയറി എങ്ങനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ തിയറി എപ്പോഴും എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുമ്പോൾ നമ്മൾ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാസ്റ്റ് പൊളിറ്റിക്കൽ ഐഡിയാസ്, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള തിങ്കേഴ്സ്, അപ്പം അതിന് ആസ്പദമായിട്ടുള്ള ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഇതൊക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഇവന്റുമായി ബന്ധപ്പെട്ട് ഓവർ ദ ടൈം ഇവോൾവ് ചെയ്തിട്ടുള്ളതെന്ന് പഠിക്കും. അപ്പൊ ഈ ഒരു ഹിസ്റ്റോറിയന്റെ ഒരു പെർസ്പെക്റ്റീവ് പഠിക്കുമ്പോൾ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ചെയ്തു പോയിട്ടുള്ള മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ചിട്ട് ദിസ് ടൈം നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അച്ചീവ്മെന്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ്മെന്റ് നടക്കുവാണെങ്കിൽ ആ സെയിം ഐഡിയാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് പൊളിറ്റിക്കൽ തിയറി ആസ് ഹിസ്റ്ററി. പൊളിറ്റിക്കൽ തിയറി ആസ് ഫിലോസഫി. നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ ചുറ്റുപറ്റിയിട്ടാണ് എന്തുള്ളത്, പൊളിറ്റിക്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വാല്യൂസ് ഉണ്ട്, മൊറാലിറ്റി, ജസ്റ്റിസ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ് എല്ലാം നമുക്കുണ്ട്. അപ്പം പൊളിറ്റിക്കൽ തിയറി പഠിക്കുമ്പോൾ നമ്മുടെ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ വാല്യൂസ് നമുക്ക് സൈഡിൽ വെച്ചിട്ട് പഠിക്കാൻ കഴിയില്ല. ഓക്കെ, സോ നമ്മളൊരു ഫിലോസഫി ആയിട്ട് കാണുമ്പോൾ പൊളിറ്റിക്കൽ തിയറി ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ഗിവ് ഒരു എത്തിക്കൽ ഗൈഡൻസും കൂടി അല്ലെ. നമ്മൾ എപ്പോഴും വെറും സയന്റിഫിക്കലി മാത്രം ചിന്തിക്കുവാണെങ്കിൽ പല കാര്യങ്ങളും നടക്കത്തില്ല. അപ്പൊ നമുക്കതൊരു എത്തിക്കൽ ഗൈഡൻസും കൂടി തരും. പിന്നെ പൊളിറ്റിക്കൽ തിയറി ആസ് സയൻസ്, അതായത് നമ്മൾ വളരെ റാഷണലായി സിസ്റ്റമാറ്റിക് ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ബോധത്തോട് ഒബ്ജക്റ്റീവ് മാനറിലൂടെ പഠിക്കുമ്പോഴാണ് അതിന് സയൻസ് എന്ന് പറയുന്നത്. അപ്പം പൊളിറ്റിക്കൽ തിയറിയെ എങ്ങനെ അവസാനം നോക്കിയാലും ഒബ്ജക്റ്റിവിറ്റി, അതായത് സയൻസിൽ എപ്പോഴും ഒബ്ജക്റ്റിവിറ്റി, ഫൈനൽ ഒരു കൺക്ലൂഷനിൽ ഒരു ആൻസറിലേക്ക് എത്താം. കൂട്ടത്തിൽ ഹ്യൂമൻ വാല്യൂസും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, പൊളിറ്റിക്കൽ തിയറി. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആണ്. പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് നമ്മളൊരു മൾട്ടി ഡയമെൻഷനലിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കണം. അതിന് സയൻസ് ഉൾപ്പെടും, ഫിലോസഫി ഉൾപ്പെടും, ഹിസ്റ്ററി ഉൾപ്പെടും. ഒരു ഒരു പല വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്റ്റഡിയാണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതോടുകൂടി നമ്മുടെ പാർട്ട് 1 കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ലെക്ചറിൽ പാർട്ട് 2 എടുക്കുന്നതാണ്. താങ്ക് യു എവ്രി വൺ.